ലോകത്ത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. എല്ലാവരും ദൈവവിശ്വാസികളാണ്. വിശ്വസിക്കാത്തവരുമുണ്ട്, ഏത്തിയസ്റ്റുകളുണ്ട്. പക്ഷേ എല്ലാവരെയും നമ്മൾ മനുഷ്യരായി നമ്മൾ കാണേണ്ടതുണ്ട്. മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സൗഹൃദത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയ സംഭവം നമുക്കറിയാം. അവിടെ എത്തിയപ്പോൾ മദീനയിൽ അവിടെ അമുസ്ലിങ്ങളായ ക്രൈസ്തവ വിശ്വാസികളും ജൂതവിശ്വാസികളും ഉണ്ടായിരുന്നു. ആദ്യമായി പ്രവാചകൻ അവിടെ എത്തിയപ്പോൾ ചെയ്ത കാര്യം അവിടുത്തെ അമുസ്ലിങ്ങളായിട്ടുള്ള ദിമ്മിയാക്കൾ എന്നാണ് പറയുക, അവരുമായി ഒരു കരാർ ഉണ്ടാക്കി. അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം കൊടുത്തു. അവരുടെ ജീവനും സ്വത്തിനും അവിടെ സുരക്ഷിതത്വം നടത്താനുള്ള നിയമങ്ങളുണ്ടാക്കി. അവരുടെ വിശ്വാസ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അവരുടെ വിശ്വാസ ഗ്രന്ഥങ്ങളായ തൗറാത്തും ഇഞ്ചീലും അനുസരിച്ച് തീരുമാനങ്ങളെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇങ്ങനെ മദീന ചാർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് 52 പേജുള്ള ഒരു നിയമാവലി, അത് ബഹുസ്വര രാഷ്ട്രത്ത് മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിയമപരമായി കാണിച്ചു തന്നിട്ടുള്ള ഒരു സന്ദേശമാണ് മദീന ചാർട്ടർ. നമുക്കറിയാം, പല രാജ്യങ്ങളിലും ഒരേ മതവിശ്വാസികൾ മാത്രമല്ല. ഇന്ത്യയിൽ തന്നെ ഇവിടെ ഒരു ബഹുസ്വരതയുണ്ട്. ഇവിടെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും അതുപോലെ ബുദ്ധരും ജൈനരും സിഖുകാരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ദേശമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ളൊരു രാഷ്ട്രത്ത് ഒരു വിശ്വാസിയുടെ ധർമ്മം എന്താണെന്നുള്ളത് പ്രവാചകൻ കാണിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഒരു സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാൻ നമ്മെ എന്നും പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ മറ്റുള്ള വിശ്വാസികളും ഉണ്ടായിരുന്നു. അവസാനമായി പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഒരു ജൂതൻ്റെ അങ്കിയായിരുന്നു പണയമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ ജൂതൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ആ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. അതുപോലെ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയായിരുന്നു. ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സഹാബി പറഞ്ഞു, അതൊരു ജൂതൻ്റെ മയ്യത്തല്ലേ ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതൊരു മനുഷ്യൻ്റെ മയ്യത്താണ്. അപ്പോൾ അവിടെ മറ്റുള്ള വിശ്വാസികളെയും മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അതാണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് എൻ്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. പക്ഷെ ആ വിശ്വാസങ്ങൾ ഒരിക്കലും അവരെ പ്രകോപികമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതി ആവരുത്. നമുക്ക് വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു ടൂളായിക്കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കാണേണ്ടത്. മറിച്ച് നമ്മുടെ വിശ്വാസങ്ങൾ മറ്റുള്ള വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. അപ്പോൾ അവിടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടുള്ള വഴി എന്ന് പറയുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നുകൂടി പറയുന്നുണ്ട്. ദീനിലേക്ക് ബലിഷ്ഠമായി പിടിച്ചു കൊണ്ടുവരാനും നിഷേധിച്ചിരിക്കുന്നു. ദീനിലേക്ക് ഒരാളെ നമ്മൾ ക്ഷണിക്കാം, പക്ഷേ ബലപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ആരെയും നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ ദേവപ്രവർത്തനം അള്ളാഹുവിനെ കുറിച്ചും പരിചയപ്പെടുത്താം, സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അല്ലാതെ മറ്റുള്ളവരെ വിദ്വേഷം അല്ലെങ്കിൽ അവരുടെ ഒക്കെ വെറുപ്പ് നേടിക്കൊണ്ട് നമ്മുടെ ദേവപ്രവർത്തനം നടത്താൻ പാടില്ല. അപ്പോൾ അവിടെയാണ് ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹം ജീവിക്കേണ്ടത്, സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്.
ആ ഒരു സൗഹൃദാന്തരീക്ഷം ഇന്നും ഈ കാലഘട്ടത്തെ ഏറെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. മതങ്ങളെക്കുറിച്ച് ഏറെ തെറ്റിദ്ധാരണ നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചുകളുണ്ട്. പല തീവ്രവാദ ബന്ധങ്ങളെയും ആരോപിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസത്തെ ഗുണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അങ്ങനെ നമ്മുടെ സുതാര്യതയും ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെയും കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.